നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് പ്ലെയിൻ മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് നമ്മൾ BMW ബെൻസിലോ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കില്ല. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വർക്ക് ലൈഫ് ബാലൻസ്, എവറിഥിങ് കംസ് ടു ദാറ്റ്, എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും സന്തോഷവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ബിസിനസ്സുകാരന് സന്തോഷവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും, അതായത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നൊരു സാധനം ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും? 100%. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് അതിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്, ആ ബാലൻസിലാണല്ലോ ഓടുന്നത്. കാരണം ഇത് അതാണ് ഞാൻ നേരത്തെ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് ആണ് ബിസിനസ്സിനോട് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അതായത് നമ്മളതിലങ്ങ് വല്ലാതെ അങ്ങോട്ട് നമ്മൾ സർവ്വതും അതിലർപ്പിച്ച് നമ്മുടെ ബുദ്ധിയും ഒക്കെ നമ്മൾ അർപ്പിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും, റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും റൈറ്റ് ടൈമിൽ. പലപ്പോഴും അതിൽ നമ്മൾ 100% അറ്റാച്ച്ഡായിട്ട്, അത് നിരാശകൾ ഒക്കെ അതിൽ നിന്നാണല്ലോ ഉടലെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും അങ്ങനെ നിരാശകൾ പൊതുവെ അങ്ങനെ തോന്നും, അയ്യോ അത് ഫെയിലിയർ പോയല്ലോ, അല്ലെങ്കിൽ ആ ബ്രാഞ്ചിൽ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റി അപ്പോഴേ നോക്കുന്നു, അല്ലേ? ആ ഒരു പോസിറ്റീവായിട്ടും പ്രോഗ്രസീവായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയാൽ നമുക്ക് ഡിസിഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റും, കറക്ഷൻസ് എടുക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുത്തതിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുള്ള കറക്ഷൻസാണ്, ഡിസിഷൻസിനേക്കാൾ കൂടുതൽ കറക്ഷൻസാണ് എടുത്തിരിക്കുന്നത്. കാരണം ഡിസിഷൻസ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാതെ വരുമ്പോൾ മറ്റൊരു റൂട്ട് നമ്മൾ പിടിക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അവിടെ ഒരു കറക്ഷനാണ്, ഒരു കറക്റ്റീവ് സ്റ്റെപ്പ്. അപ്പോൾ ഈ കറക്ഷൻസ് തുടർച്ചയായിട്ട് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ പീസ് ഓഫ് മൈൻഡോടുകൂടി ആ പ്രശ്നത്തെ പഠിച്ചെങ്കിൽ കറക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ പെട്ടുപോയി അതിലങ്ങ് പെട്ടുഴലുകയാണ് നമ്മളല്ലേ. അപ്പോൾ ആ കറക്ഷൻ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് വീണ്ടും നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. നമുക്കൊരു തിരിച്ചുവരവ് എപ്പോഴും പല ബിസിനസ്സിലും ഒരു പ്രശ്നം വന്നിട്ട് തിരിച്ചു വരാൻ പറ്റാതെ വരുന്ന ആ പ്രശ്നത്തിനകത്ത് തന്നെ നമ്മളും പോയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ഒരു പരിധിവരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടീം നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാനുണ്ട്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോടൊപ്പം ആരൊക്കെയാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ് ഒരു ബിസിനസ് നടത്തുമ്പോൾ. കാരണം ഇത് സ്കെയിൽ ചെയ്യും തോറും നമ്മൾക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയൊരു ടീമിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മനോഭാവത്തെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് തനിയെ മനോഭാവം ഉണ്ടാകണമെന്ന് ശടിച്ചിട്ട് കാര്യമില്ല. അപ്പം അവരോടൊപ്പം ചേർന്ന് നമ്മുടെ ഒരു കൾച്ചറിലേക്ക് അവരെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആ ബാലൻസ് കിട്ടും, അവർക്കും ആ ബാലൻസ് കിട്ടും, നമുക്കും ആ ബാലൻസ് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ്സുകാരെക്കുറിച്ചുള്ളൊരു പഴയ കാഴ്ചപ്പാടാണ്, ബിസിനസ്സുകാർക്ക് 24/7 ടെൻഷനാണ്, അവർക്ക് യാതൊരു രീതിയിലും അവർക്ക് ഉറക്കമില്ല, അവർക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നു. അത് പണ്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഒരു വൺ മാൻ ഷോ ബിസിനസ്സിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉള്ളൊരു സങ്കല്പമാണ്. വൈകുന്നേരം വളരെ കഷ്ടപ്പെട്ട് 12 മണിക്ക് വരുന്ന അച്ഛൻ, അല്ലേ, ബിസിനസ്സിൻ്റെ കടയൊക്കെ സ്വന്തമായിട്ട് പൂട്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇന്നെല്ലാം ഒരു സിസ്റ്റം ഓറിയൻറ്റഡായി. ഓട്ടോമേഷൻ എത്രയോ സമയത്തെ നമ്മളെ സേവ് ചെയ്യുന്നു. നമ്മുടെ ബിസിനസ് ഓട്ടോമേഷൻ, പ്രോസസ് ഓട്ടോമേഷൻ എല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തില്ലേ. നമ്മുടെ ഒരു സ്ഥാപനത്തെ എടുത്താൽ സ്റ്റാർട്ടിങ് ഫ്രം പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റ്, ആ പർച്ചേസ് ഓർഡർ ഇപ്പം മാനുവലല്ലോ, അതൊക്കെ ഓട്ടോമേറ്റഡ് ആണല്ലോ. ഇൻവെൻട്രിയിൽ ഗോഡൗൺസ്, വെയർ ഹൗസുകൾ ഓട്ടോമേറ്റഡ് ആയിക്കഴിഞ്ഞു, അല്ലേ? അവിടുത്തെ പ്രോസസ്സുകളെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ സിംഗിൾ ക്ലിക്കിൽ പണ്ട് ദിവസങ്ങളെടുത്ത് നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങൾ ഇന്നൊരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഓട്ടോമേഷൻ എടുക്കും. അപ്പോൾ സമയം ഒത്തിരി ഇപ്പം നമുക്ക് സേവ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ ഈ പ്രോസസ്സ് ഓട്ടോമേഷൻ വന്നതോടെ. അപ്പോൾ അതിൽ തന്നെ അഡ്വാൻസ് AI സഹായത്തോടെ ഇനി വലിയ വിപ്ലവം വരാൻ പോകുന്നു. അപ്പം അതൊക്കെ നമ്മുടെ ഇതിൻ്റെ പ്രക്രിയകളെല്ലാം ഒന്ന് ലഘൂകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ടോട്ടൽ ഓപ്പറേഷൻസിനെയൊക്കെ ഭയങ്കര സിമ്പിളായി, കുറച്ചുകൂടെ ഫാസ്റ്റായി. അപ്പം നമുക്കതെല്ലാം സഹായകരമായിട്ടുണ്ട്. അപ്പം അങ്ങനൊരു വർക്ക് ലൈഫ് ബാലൻസ് അതൊക്കെ ആദ്യം മുതൽ തന്നെ നമുക്കുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയുള്ള യാത്രകൾ, ഇതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്, ഇതിനുവേണ്ടി മീറ്റിങ്ങുകൾ കൂടുന്നു, ഇതൊക്കെ രസമല്ലേ, അല്ലേ? സത്യം അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അതിനുവേണ്ടിയാണല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ക്രൈസിസ് വരുന്നു, പെട്ടെന്ന് അതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ആ ക്രൈസിസിൽ നമ്മൾ പുറത്തു വരുന്നു. അപ്പം അതിനെയൊക്കെ നമ്മൾ ആ രൂപത്തിൽ കാണുന്നു. പക്ഷേ നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ ആ ക്രൈസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ, പിന്നെ പിറ്റേ ദിവസം രാവിലെയല്ലേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബാലൻസ് നന്നായിട്ടുണ്ട് ഉറപ്പായിട്ടും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് റിസ്ക് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കാര്യം ഞാൻ പറയും. അപ്പോൾ ചില സമയത്ത് ഹീസ് ഇൻ ദി പോഷസ്റ്റ് ഓഫ് ദി കാസ്, കാരണം ബിസിനസ് ഭയങ്കര ഹൈ ആണ്. ചില സമയത്ത് വളരെ വാഹനമില്ലാതിരുന്ന സമയവുമുണ്ട്. വലിയൊരു വീട്ടിൽ താമസിക്കുന്നതും കാണാം, ചിലപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ചെറിയ വീട്ടിൽ പോകുന്നതും കാണാം. അപ്പോൾ പല പല അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം, അതായത് റിസ്ക് എടുക്കുന്നതാണ്. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് പേ ഓഫ് ചെയ്യും, ചിലതിൽ പണി കിട്ടും. ആസ് എ ബിസിനസ്സുകാരൻ, ആസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം ഒരാൾ റിസ്ക് എടുക്കണം?
കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക്കുകൾ എടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്. അത് കാലഘട്ടത്തിനും പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ 10 വർഷം മുമ്പ് എടുക്കുന്ന റിസ്ക്കുകളല്ലോ ഇന്ന് എടുക്കേണ്ടത്, ഇന്ന് വേറെ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ അതിലുണ്ടാകണം. ആ റിസ്ക് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. ബിസിനസ് എന്ന് പറയുന്നതിന് റിസ്ക് ആണല്ലോ. അപ്പം അത് 100% എടുക്കണം. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് പറഞ്ഞു, ഇങ്ങനൊരു എക്സാമ്പിൾ പറഞ്ഞു. പലപ്പോഴും എനിക്കൊന്ന് ഡിസിഷൻ മേക്കിംഗ് വളരെ ക്രിട്ടിക്കലാണ്. ഞാനെപ്പോഴും കാണാറുണ്ട്, ഇപ്പം ബിസിനസ്സിലും രാഷ്ട്രീയത്തിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ വളരെ ഔന്നത്യത്തിൽ നിന്നിരുന്ന ആളുകൾ പിന്നെ ഒന്നുമല്ലാതായി മാറിയ ചരിത്രമേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ചില തീരുമാനങ്ങളാണ്, അവർ വൈകാരികമായ ചില തീരുമാനങ്ങൾ ആ സമയത്ത് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇമോഷണൽ ഡിസിഷൻസ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിച്ച് ഇമോഷണൽ ഡിസിഷന് പോകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ഡിസ്കഷൻ വെക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതും നമ്മുടെ ഡിസിഷൻ ഇമോഷണലി ആയി പോവോ എന്നുള്ളൊരു പേടി കൊണ്ട് മറ്റുള്ള ആളുകളുമായി ചേർന്ന് ഡിസ്കസ് ചെയ്ത് ഓരോ തീരുമാനം എടുക്കുമ്പോൾ ഗുണം അവിടെയാണല്ലോ. പലരുടെ തോട്ട്സ് വരുന്നു, അതിലേറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അവസാനം ഒരു തോട്ടിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നു, ആ ഡിസിഷനായിട്ട് മാറ്റി നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം ഈ ഇമോഷണൽ ഡിസിഷൻസ് പലപ്പോഴും പല വൻകിട പ്രതിഭകളുടെയും, അത് ബിസിനസ്സിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ കലയിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും അവരെടുക്കുന്നൊരു നിലപാടാകാൻ ചിലപ്പം അല്ലേ, അതിൻ്റെ പേരിൽ വലിയ വില പിന്നെ കൊടുക്കേണ്ടി വരാറുണ്ടല്ലോ. അതിനകത്തൊരു ബാലൻസ്ഡായിട്ട് ചിന്തിച്ച് തീരുമാനിക്കാൻ പറ്റിയാൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഡിസിഷൻ്റെ ഒരു ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ ഡിസിഷൻ എടുക്കുന്ന രീതി. പക്ഷേ ദർ ആർ ടൈംസ് വെൻ ദർ ആർ മെനി പാർട്ടീസ് ഇൻവോൾവ്. ചില സമയങ്ങളിൽ യു നോട്ട് 100% ഷുവർ ഈ ഡിസിഷൻ റൈറ്റ് ആണോ. ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് 100% അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ഇത്ര ശതമാനം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരു റിസ്ക് അനാലിസിസ് നടത്തുമ്പോൾ ആസ് എ ബിസിനസ്സുകാരൻ സാറ് അത് എത്ര പെർസെൻറ്റേജിലാണെങ്കിൽ ആ റിസ്കിലോട്ട് എടുത്തിയാടും? അവിടെ ഞാൻ മുമ്പേ കാൽക്കുലേറ്റഡ് എന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഇടാൻ പറ്റുപോയി, ഇൻറ്റ്യൂഷൻസും ഉണ്ട്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് കാൽക്കുലേഷൻസ് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രീവിയസ് ഹിസ്റ്ററിയിലുള്ള ഡേറ്റയാണല്ലോ, മറ്റത് ഇൻറ്റ്യൂഷൻ നമ്മളൊരു പ്രഡിക്ഷനാണല്ലോ. ഇതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡിലാണ് പല ഡിസിഷൻസും നമ്മളൊക്കെ എടുക്കാറുള്ളത്. കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് ആളുകൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലേ, അതൊക്കെയാണല്ലോ നമ്മൾ. പക്ഷേ അവിടെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ഇൻറ്റ്യൂഷനാണ്. അപ്പോൾ ആ ഇൻറ്റ്യൂഷനകത്ത് നമ്മുടെ എന്തെങ്കിലും സവിശേഷമായി നമുക്കവിടെ പുതിയതായിട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ആ ഇൻറ്റ്യൂഷനിൽ വരും. അപ്പം ഈ ഇൻറ്റ്യൂഷൻ ചിലർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അവിടെ മുമ്പേ പറഞ്ഞ് ഈ കാൽക്കുലേഷന് പുറത്തുള്ളൊരു കാര്യമാണ്. കാൽക്കുലേഷൻ പുറത്തൊരു കാര്യം കൊണ്ടുണ്ട്, ഞാനത് വിട്ടുപോയതാണ്. ഇതിൻ്റെ ഒരു മിക്സാണ്. അപ്പം ഈ ചില സമയത്ത് ചിലരുടെ ഇൻറ്റ്യൂഷൻസ് ലൈക്ക് അവർ പോകുമ്പോൾ ഈ വൈകാരികത കൂടുന്നതാകാം. എനിക്കറിയില്ല, ഞാനത് പറയാൻ ആളല്ല, അതിൻ്റെ ഒരു എക്സ്പേർട്ടല്ല ഞാൻ. തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതിനകത്തൊരു അതിവൈകാരികത പലപ്പോഴും നമ്മളിടുമ്പോൾ, ഇപ്പം നമ്മളൊരു സ്ഥലത്തൊരു സ്റ്റോർ ഇടുന്നത് നമുക്ക് ജയിക്കാൻ വേണ്ടി നമുക്കൊരു സ്ഥലത്തൊരു സ്റ്റോർ ഇടാം, പക്ഷെ മറ്റൊരാളെ തോൽപ്പിക്കാനായിട്ടൊരു സ്റ്റോർ ഇടുന്നത് അതൊരു വൈകാരിക ഡിസിഷനാണ്. തോൽപ്പിക്കാൻ വേണ്ടി ഇടത്തില്ലെന്നല്ല, പക്ഷേ നമ്മൾക്ക് ജയിക്കാമെന്ന് പറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ള നോട്ടാണല്ലോ. അപ്പം അവിടെ അതിനുള്ള പൊട്ടൻഷ്യൽ എന്തൊക്കെയുണ്ടോ, നമുക്ക് ജയിക്കാൻ സാധ്യതകളുണ്ടോ, നമ്മുടെ ഇത് സാധ്യത എവിടെ ഉണ്ടോ, പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇൻറ്റ്യൂഷൻ പലപ്പോഴും പാളിപ്പോകുമ്പോഴാണ് ചില ഡിസിഷൻസ് പാടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഇൻറ്റ്യൂഷനകത്ത് വൈകാരിക എലിമെൻ്റ് എത്രത്തോളം കൂടുതലുണ്ടോ അത് ആയിരിക്കാം എനിക്ക് തോന്നുന്നു. ഇൻറ്റ്യൂഷൻ്റെ കാര്യം സാർ പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ അതിനോട് ചേർത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലക്ക് എന്നുള്ളത്. ഓക്കെ, ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫിൽ ശരിക്കും സാർ ഇപ്പോൾ എത്രയോ വർഷമായി സാർ എത്ര സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി, ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ എൻ്റെ ഡിസിഷൻ പ്ലസ് ഇൻറ്റ്യൂഷൻ പ്ലസ് ഈ ഒരു ലക്കും കൂടി, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ലക്കിനൊരു പാർട്ടുണ്ടോ? ലക്കെന്നാണ് അതിന് വിളിക്കേണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനങ്ങളോ എൻ്റെ ഇൻറ്റ്യൂഷനോ കറക്റ്റായതുകൊണ്ട് ബിസിനസ് വിജയിച്ച ഒരാളായിട്ട് മാത്രം കരുതുന്ന ഒരാളല്ല, ഞാനങ്ങനെ കരുതുന്നില്ല. എനിക്ക് എന്നിലേക്ക് വന്നു ചേർന്ന ഒരു കാര്യങ്ങളായിട്ടാണ് ഇതിനെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ നല്ല ടീമാകട്ടെ അല്ലെങ്കിൽ നല്ല കസ്റ്റമറാകട്ടെ, ഇതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. എനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എന്നോട് രേണു ചോദിച്ചൊരു കാര്യം കൂടെ ഞാനൊന്ന് കൂട്ടി ഇപ്പം പറയാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുമ്പോൾ ഒരു കാര്യത്തെ, അപ്പം എനിക്കെപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടാറുണ്ട്. ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ചെറുതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ചെറിയ കാറായിരിക്കും ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കും, അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ കാർ നിർബന്ധമായിട്ട് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ വളരെ കൂടുതൽ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പം അതിനെ ലക്കെന്ന് വിളിക്കാമെങ്കിൽ ഉറപ്പായിട്ടും അത് ലക്കാണല്ലോ. അത് നമ്മുടെ ഒരു എഫേർട്ടോ, നമ്മുടെ എഫേർട്ട് ഇടുന്നത് നമ്മുടെ പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയില്ല. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് മുകളിൽ നമുക്ക് കിട്ടിയെന്ന്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുകളിലേ ഇതുവരെ എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ചതിൽ എത്രയോ കൂടുതൽ ഇങ്ങനെ നമുക്ക് ലഭിക്കാറുണ്ട്. അത് ഞാൻ പണം മാത്രമല്ല കേട്ടോ, സ്നേഹം, കരുതൽ, അങ്ങനെ എല്ലാ ആസ്പെക്റ്റും
നമുക്ക് മനുഷ്യരിൽ നിന്നുള്ള നമ്മുടെ സ്ഥാപനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഭയങ്കര നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുകളിലുള്ള കാര്യങ്ങളാണ്. അപ്പം ആ രീതിയിൽ അതിനെ ഭാഗ്യം എന്ന് വിളിക്കാമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇപ്പം ഓക്സിജൻ എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഇന്നോവേഷൻസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് തുറന്നിട്ടൊരു എക്സ്പീരിയൻസ് കൊടുക്കുക, അങ്ങനെ ഈ വന്ന സമയങ്ങളിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേറെയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇനിയും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓക്സിജൻ്റെ പ്ലാൻ? അത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ റിസ്ക് പലപ്പോഴും എടുത്തിട്ടുള്ളത്. ലാപ്ടോപ്പ് തുറന്ന് ആദ്യം കേരളത്തിൽ വെച്ചപ്പോൾ ആ ലാപ്ടോപ്പ് വിറ്റ് പോയില്ലെങ്കിൽ അത്രയും എമൗണ്ട് നമ്മുടെ സ്റ്റക്കാണ്. തുറന്നു വെച്ച ലാപ്ടോപ്പുകളെ അങ്ങനെ വിറ്റ് പോകുമോ, അല്ലെങ്കിൽ തുറന്നു വെച്ചാൽ അത് ആളുകൾ അത് അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു റിസ്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകൾ, അപ്പം ഈ സ്റ്റോർ എക്സ്പീരിയൻസിനകത്ത് നമ്മളിപ്പോഴും റിസ്ക്കുകൾ എടുക്കാറുണ്ട്. അപ്പം ഇന്നോവേഷൻ, ഇപ്പം ഏറ്റവും കുറഞ്ഞ പേഴ്സണൽ കമ്പ്യൂട്ടർ ഞങ്ങൾ 20 വർഷം മുമ്പ് തന്നെ 99,999 രൂപ, അതായത് 10,000 രൂപ കുറച്ച് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, കൈരളി കമ്പ്യൂട്ടർ ഞാൻ കണ്ടിട്ടുണ്ട്. ആണല്ലേ, മലയാളീകരിച്ചൊരു പേരൊക്കെ ഇട്ട് കൈരളി കമ്പ്യൂട്ടർ ഞങ്ങൾ അന്നിട്ട്. അപ്പോൾ അതൊരു ഹ്യൂജ് റിസ്ക് ആയിരുന്നു. ബൾക്കായിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടി എൻ്റെ മദർ ബോർഡും പ്രൊസസ്സറും ഒക്കെ വാങ്ങേണ്ടി വന്നു, വലിയ നെഗോസിയേഷൻസ് ഒക്കെ. അപ്പം 1 രൂപ പോലും നമ്മൾ അതിനകത്ത് പ്രോഫിറ്റ് കാര്യമായിട്ട് ബുക്ക് ചെയ്തില്ല. പക്ഷേ കമ്പ്യൂട്ടറിനെ ജനകീയമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇൻറ്റൻഷൻ. അതിനകത്ത് ജനകീയമായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് കിട്ടും എന്നുള്ളതായിരുന്നു. ഇപ്പം സാറ് പറഞ്ഞ പോലെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ആവറേജ് വില അതെ, ആവറേജ് അതിലോട്ട് മാറി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകളും അങ്ങനെയൊക്കെയുള്ള ഇന്നോവേഷൻസും, അതായത് ഇതിനൊന്നും ജനകീയവൽക്കരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോൾ ഇതെല്ലാം വളരെ കോമൺ ആയി കഴിഞ്ഞു. പണ്ട് കമ്പ്യൂട്ടറിന് 1,00,000 രൂപ വില എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മൾ 10,000 രൂപ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കും ഇതെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതാണ്. പിന്നെ ഒരു ബിസിനസ്സിൽ മാർക്കറ്റ് അവെയർനെസ് നിങ്ങൾക്കുള്ള പോലെ തന്നെ കസ്റ്റമറും അവെയർ ആയിരിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പലപ്പോഴും കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വിചാരിക്കുന്നതിനും വളരെ മുകളിലേക്കായിരിക്കാം. അപ്പം കസ്റ്റമർ അവെയർ ആയിരുന്നെങ്കിൽ എന്ന് കരുതുന്ന സന്ദർഭങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടോ ഈ മാർക്കറ്റിൽ? കുറഞ്ഞു വരികയാണ്, വളരെ കുറഞ്ഞു വരികയാണ്. കസ്റ്റമർക്ക് നല്ല അവെയർനെസ് ഉണ്ട്. പലപ്പോഴും നമ്മളെക്കാൾ അവർ സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത്. വളരെ സൗകര്യമാണ്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കൺഫ്യൂഷൻസ് പിന്നീട് ഒഴിവാക്കാം. അവർക്ക് ഓൾറെഡി കാര്യങ്ങൾ അറിയാം. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തൊരു ഉൽപ്പന്നമായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീടൊരു കൺഫ്യൂഷനും പരാതികളും കുറയുമല്ലോ. മറ്റത് അവർക്കൊന്നും അറിയില്ല, നമ്മൾ മാത്രമായിട്ട് സജസ്റ്റ് ചെയ്ത ഉൽപ്പന്നം അതെങ്ങാനും സ്യൂട്ടായില്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്ത പോലെയൊക്കെ അവർക്ക് തോന്നാമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നു ഇപ്പം കാര്യങ്ങൾ. അത് വളരെ പോസിറ്റീവാണ്.